നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചായയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ. ഉള്ളിവടയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. തട്ടുകടയിൽ നിന്നും ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഉള്ളിവട വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. വീഡിയോയിലോട്ട് കിടക്കാം. 3 മീഡിയം വലുപ്പമുള്ള സവാള നേരെ നടുകൂടെ മുറിച്ചതിന് ശേഷം ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. സവാള അരിയുമ്പോൾ വളരെ കനം കുറച്ച്, ഒത്തിരി കനം കൂട്ടി അരിയല്ല, കനം കുറച്ച് അരിഞ്ഞെടുക്കുക. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക, ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ നമുക്ക് സവാള ഇതുപോലെ ഓരോ ചെറിയ ചെറിയ പീസുകളായിട്ട് മാറിക്കിട്ടും. അങ്ങനെ ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സവാളയിൽ നിന്ന് അത്യാവശ്യം അതിൻ്റെ നീരൊക്കെ ഒന്ന് ഇറങ്ങി സവാള ഒന്ന് വെള്ളമയമായി കിട്ടും. ശേഷം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇനിയും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ഒരു അളവിലാണെന്നുണ്ടെങ്കിലോ ആ 1 ടീസ്പൂൺ ഉപ്പ് മതിയാവും. ഉള്ളിവടയ്ക്ക് നല്ല ഉപ്പ് കിട്ടും. പൊടികളും ഉള്ളിയും എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ഉള്ളിവടയ്ക്ക് അധികം മാവ് മുന്നോട്ട് നിൽക്കേണ്ട. നമ്മുടെ സവാള ഉള്ളിയാണ് കൂടുതൽ വേണ്ടത്. മാവ് അധികം കുറച്ച് മതിയാവും. ഈ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കുക. ശേഷം ഇതുപോലെ ഒരു ചെറിയൊരു ബോളിൻ്റെ സൈസിൽ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ബോളിൻ്റെ രൂപത്തിൽ ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കുക. ചെറുതായിട്ട്, ഒത്തിരി ഒന്നും പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഇതിനെ നമുക്ക് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ആദ്യം ഉപ്പൊന്ന് ഇട്ട് നോക്കി ഉപ്പ് ഉണ്ടോയെന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഉപ്പുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കാവൂ. ഡീപ് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ടെന്നറിയാം. ചെറിയൊരു പീസ് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഉള്ളി പൊന്തി വരും. അപ്പോൾ നമ്മൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടെന്ന് മനസ്സിലാവും. ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി ഷേപ്പാക്കി വെച്ചിട്ടുള്ള ഓരോ വടയുടെ പീസ് ഇട്ട് കൊടുക്കുക. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. തീ ഒത്തിരി കൂട്ടി വെക്കരുത്, ഒരുപാട് കുറച്ചും വെക്കരുത്. ഒത്തിരി കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളൊന്നും വേവാതെ പുറവശം പെട്ടെന്ന് തന്നെ അങ്ങ് ബ്രൗൺ കളറായി പോവും. കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വട ഒരു ക്രിസ്പി ആയിട്ട് അങ്ങ് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല, അങ്ങ് കല്ലിച്ച് പോകും. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു സൈസുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 4 പീസൊക്കെ ഇട്ട് കൊടുക്കുക. ഒരുപാട് ഉള്ളിവട ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ആ വേവ് ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഒരു 3-4 പീസ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കുക. ഇതേ ഒരു അളവിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 8 ഉള്ളിവട വരെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. പുതിയ നല്ല വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ബൈ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.